ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സവോള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മളൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങയും കൂടി ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ 2.5 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 2 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 2.5 കപ്പാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. കുറച്ച് ഓയിൽ കൂടി ചേർക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടാവുന്ന ടൈം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ നമ്മൾ പരത്തിയെടുക്കണം. അതിനുശേഷം ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറോ യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ശരിക്കും ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെഡിയായതെല്ലാം നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.